ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലി ഗ്രേവിയാണ് കേട്ടോ. അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഫ്രൈഡ് റൈസ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഈ ചിക്കൻ ചില്ലി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത് മിക്സ് ചെയ്തെങ്ങാണ്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് നമുക്കൊരു പാത്രത്തിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിലാട്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മാറ്റി വെച്ച ചിക്കൻ ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ നല്ല ഡ്രൈ ആയി പൊരിക്കേണ്ട, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളും, അതായത് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചാൽ ഒരു ക്യാപ്സിക്കം, പിന്നെ വലിയ ഉള്ളിയാണെങ്കിൽ 1, മീഡിയം സൈസ് ചെറിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. അങ്ങനെയുണ്ട്. അത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പം ചിക്കൻ വെന്ത് ഇനിയിപ്പോൾ നമുക്ക് ആ ഓയിലോട്ട് ഉള്ളി, ക്യാപ്സിക്കം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തുകൊണ്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഈ ക്യാപ്സിക്കവും പിന്നെ ഈ ഉള്ളിയൊക്കെ ഇതിലിടണമൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. നമ്മൾ നല്ലോണം വഴണ്ട് വരണ്ട. അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഞാനിനി ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ. 1 സ്പൂണാണ് ഇതിൻ്റെ കണക്ക്. നമുക്കിനി ഇത് വഴറ്റിയെടുക്കാം. ഇനി ലേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ടിപ്പോൾ ഞാൻ. ഇനി ഒരു 2 ടീസ്പൂൺ പഞ്ചസാര അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാര ചേർക്കുക. പിന്നെ ഇപ്പം ഞാൻ ചേർക്കാൻ പോണത് ഇനി 1 ടീസ്പൂൺ സോയാ സോസാണ്, ഡാർക്ക് സോയാ സോസാണ്. ഞാൻ സോയാ സോസ്, റെഡ് ചില്ലി സോസ്, പിന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ മതി, ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ. പിന്നെ കോൺഫ്ലവർ 2 സ്പൂൺ എടുത്തിട്ട് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ ആ സോസൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അത് പാകമായി വരുമ്പോൾ അതിലേക്ക് കോൺഫ്ലവർ കലക്കിയ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മല്ലിയില, പിന്നെ അതേപോലെ സ്പ്രിംഗ് ഓണിയൻ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.